അമ്മച്ചിമാർ, പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം നാളെയും ആയിട്ട് അഭിമന്യ ഉസ്താദ് തിരുമേനിയുടെ ഓർമ്മ ഈ ഭദ്രാസനവും സഭയും കൊണ്ടാടുന്ന സന്ദർഭമാണ്. ഇതിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചത് സന്തോഷമേ ഉള്ളൂ. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പറ്റി ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനുള്ള ഇത്രമാത്രം ഒരു ബന്ധം അടപ്പം എനിക്കുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് സംശയമാണ്. വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതായത് BA ഫൈനൽ ഇയർ പഠനത്തിൻ്റെ സമയത്ത് 1971 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വിദ്യാർത്ഥിയാണെന്ന് ഗ്രിഗോറിയോ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ ഒരു ചടങ്ങിൽ അദ്ദേഹം കോളേജിൽ വന്ന് പ്രസംഗിച്ച കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ ആ സമയത്ത് സെമിനാരിയിലുണ്ടായിരുന്നുകൊണ്ട് അതിന് മുമ്പ് ആ ബന്ധം കുറേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ക്ഷണിക്കുവാനിടയായത്. ഇന്ന് നക്സൽ കർത്താവിനാൽ അനുഗ്രഹീതരെ, വന്നിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം പോകാവൂ. എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പൊഴിഞ്ഞു പോയാൽ ഭക്ഷണം ധാരാളം അവശേഷിക്കും. ദയവായി ഭക്ഷണം കഴിച്ചേ പോകാവൂ. നക്സലൈറ്റുകളുടെ പ്രവർത്തനം കേരളത്തിൽ വളരെ ശക്തമാകുന്ന, വെസ്റ്റ് ബംഗാളിലൊക്കെ ആയിട്ട് ശക്തമാകുന്നൊരു സന്ദർഭമാണ്. വെള്ളത്തൂവല് പ്രദേശത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നക്സലുകൾ വെട്ടി അദ്ദേഹത്തിൻ്റെ തല വേലിപ്പത്തൽ കുത്തി നിർത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് ഈ നാട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാൻ ഉള്ള സാഹചര്യത്തെപ്പറ്റി അദ്ദേഹം പറയുകയായിരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസാമൂഹികതയും അനീതിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അപക്വമായ പ്രതികരണം അതിനൊരു പരിഹാരമല്ല എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹം അന്ന് അവിടുത്തെ വിദ്യാർത്ഥി സമൂഹമായിട്ട് പങ്കിടുകയൊക്കെ ചെയ്തത്. ഒരുപക്ഷെ അന്ന് ഇതുപോലുള്ള ഒരു വിഷയം ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അത് ക്രിസ്തീയമായി ആ ഒരു വിഷയം അപഗ്രഥിക്കുവാനും ക്രിസ്തീയ വീക്ഷണത്തിലൂടെ അത് വന്നു ചേർന്നവരുമായി പങ്കുവയ്ക്കുവാനൊക്കെ ഉള്ള ഒരു തീക്ഷണാപരമായ കരുത്ത് വളരെ ചുരുക്കം വൈദികർക്കും അച്ഛനായിരുന്നൊരു കാലഘട്ടത്താണ്. അപ്പം അത് മുതൽ ഉള്ള ഒരു മനസ്സുകൊണ്ടുള്ളൊരു അടുപ്പം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. പിന്നീട് 95 ശേഷം സുപ്രീം കോടതിയിൽ എഴുതി വന്നു. മലങ്കര സഭയുടെ ഭരണഘടന അംഗീകരിച്ച് ഇരുഭാഗത്തുമുള്ള മേൽപ്പട്ടക്കാർ ഒരു സഭയായി തീരുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പല പ്രാവശ്യം മൂവാറ്റുപുഴ അരമനയിൽ എന്നെ വന്ന് ആ വഴി സഞ്ചരിക്കുമ്പോഴെല്ലാം കയറി കാണാറുണ്ടായിരുന്നു, അന്വേഷിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സന്മനസ് വളരെ ചുരുക്കം മേൽപ്പട്ടക്കാർ മാത്രമേ കാണിക്കാറുണ്ടായിരുന്നെങ്കിലും വാർദ്ധക്യത്തിലെത്തിയെങ്കിലും പ്രത്യേകമായ കരുതൽ ആ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതിൻ്റെ കടപ്പാടും അദ്ദേഹത്തോടുണ്ട്.
ഞാൻ ഈ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ വന്നാൽ പലപ്പോഴും തിരിച്ചു പോകാറാണ് പതിവ്. എങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഇവിടെ എന്തെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ബദനി അരമനയിൽ മാത്രമായിരുന്നു. അവിടെ വരുമ്പോഴുള്ള ഒരു സൗഹൃദവും കരുതലും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് അവിടെയുള്ള സംവിധാനത്തിൽ നിന്ന് എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരുമേനിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ വളരെ കാര്യമായിട്ട് നിലനിന്നിരുന്നു. എങ്കിലും ഒരടുത്ത ഒരു ബന്ധത്തിലേക്ക്, അതായത് അദ്ദേഹത്തിന് കൂടെ താമസിക്കാനോ ശിഷ്യനാകുവാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും മനസ്സിൽ ഒരു വലിയ സ്ഥാനം പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രാരംഭമായിട്ട് അനുസ്മരിക്കുകയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ വ്യത്യസ്തനായ ഒരു മേൽപ്പട്ടക്കാരനായിരുന്നു. ഒരു വളരെ സാധാരണമായ ജീവിതം നയിച്ച, നാട്യമില്ലാത്ത, കാപട്യമില്ലാത്ത, ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, തൻ്റെ മനസ്സിലുള്ളത് അതേപടി പറയുന്നൊരു മനുഷ്യൻ, വളരെ നിർദോഷിയായി എന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പരമാർത്ഥിയായ ഒരു മേൽപ്പട്ടക്കാരൻ. അത് ഞങ്ങളുടെ ഇടയിലും അതിനുമാത്രം എല്ലാവർക്കും അവകാശപ്പെടാവുന്ന ഒരു ഗുണവിശേഷമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതാണെങ്കിലും ആ ജീവിതം എനിക്ക് മാത്രമല്ല ആകർഷകമായി തീർന്നത്, നേരെ മറിച്ച് ഈ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാർക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആകർഷകമായി തീർന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. കാരണം ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ, ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ രീതിയിൽ കാണുവാനും അതിനോട് പ്രതികരിക്കുവാനും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് മലങ്കര സഭയുടെ ഒരു മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറയായി ഈ നാടിനെ സംബന്ധിച്ച് ഇതിൻ്റെ വരും കാലങ്ങളെപ്പറ്റി സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരുടെയും ഒരു ആദർശ പുരുഷനായി അദ്ദേഹം തീർന്നിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. മെത്രാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അന്ന് അദ്ദേഹത്തെ വാഴിക്കുന്നതിന് ഉണ്ടായ ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കൊണ്ട് അദ്ദേഹം അത് നിന്ന് പിൻവാങ്ങി നിൽക്കുന്നൊരു കാലത്താണ് അദ്ദേഹം തൊടുപുഴ ഞങ്ങൾ കോളേജിൽ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അദ്ദേഹത്തിന് ഒരു മനപ്രയാസവുമില്ല. മെത്രാച്ചനായില്ലേലും കുഴപ്പമില്ല, തിരഞ്ഞെടുത്തിട്ടാക്കാതിരിക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു മാനസിക വൈഷമ്യമൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിലോ സംസാരത്തിലോ ഒന്നുമില്ല. വളരെ സ്വതന്ത്രമായി അദ്ദേഹം ഇതിൽ നിന്നെല്ലാം യാതൊരു തരത്തിലുള്ള ഇതിൻ്റെ ഒന്നും സ്വാധീനമില്ലാതെ, യാതൊരു ആരോടും കലിപ്പില്ലാതെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടിയ സമയത്താണ് വീണ്ടും അദ്ദേഹം 75-ൽ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം ദീർഘമായി നമ്മുടെ തിരുമേനി അതിൻ്റെ ചുമതലയേക്കുന്നവരെ വളരെ സ്തുത്യർഹമായ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുകയും ചെയ്യുന്നത്. ഏതാണെങ്കിലും 2002 ശേഷം, അതായത് ഉള്ള ഒരു അനുഗ്രഹകരമായ ബന്ധം ഞാൻ ആകസ്മികമായിട്ട് വളരെ ഇവിടെ അനുസ്മരിക്കുകയും അദ്ദേഹത്തെ ജീവിതത്തെപ്പറ്റി ഉള്ള ചില ചിന്തകൾ ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. തിരുമേനിയെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ചിന്തയിൽ 2-3 കാര്യം വളരെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അതായത് മലങ്കര അല്ലെങ്കിൽ സുറിയാനി സഭയിലുണ്ടായിരുന്ന ഒരു നവീകരണത്തിൻ്റെ സ്വാധീനത്തിൽ ഇവിടെ രൂപപ്പെട്ട ഒരു ആധ്യാത്മികത, ആ ഒരു ആധ്യാത്മികതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യപടികളിൽ അദ്ദേഹത്തെ വളരെ കാര്യമായി സ്വാധീനിച്ചത്. ഒരു വളരെ ഇവാഞ്ചലിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യൻ, ഒപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സ്വാധീനം തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ, അത് ആ സുവിശേഷത്തോടുള്ള എരിവ് കൊണ്ട് ആ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കിടുവാൻ എന്നും ആഗ്രഹിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഒരു ആധ്യാത്മികത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് അത്ര തന്നെ
ഇത്ര തീവ്രമായ ഒരു സുവിശേഷ ആധ്യാത്മികത അല്ലെങ്കിൽ സുവിശേഷ കേന്ദ്രമായ ആധ്യാത്മിക കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായും പ്രകടമായിട്ടുള്ളൊരു കാര്യമായി. എന്നാൽ ഒരു സഭയിലെ വൈദികൻ മേൽപ്പട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ ഇതിൻ്റെ ആരാധന പൈതൃകവും വേദശാസ്ത്രവും അദ്ദേഹത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിരുന്നു എന്നതും തർക്കമറ്റ കാര്യമാണ്. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വിശ്വാസ ആരാധന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കറയറ്റ ഒരു ഓർത്തഡോക്സ് വിശ്വാസി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പഠനം ലിയനാർഡോ തിയോളജിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷം അമേരിക്കയിലുള്ള ട്രൂ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു. ആ ഒരു സമയത്ത് അമേരിക്കയിലുള്ള അന്നത്തെ വേദശാസ്ത്ര അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ, അതുപോലെ കോണ്ടിനെൻ്റ് ജർമ്മനിയിലുണ്ടായിരുന്ന സ്വിറ്റ്സർലൻഡിലൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്യാപകനായിരുന്നു റെയ്നോൾഡ് നീർ, കാൾ ബാത്ത് എന്നിവരുടെ വേദചിന്തകൾ അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര ചിന്തയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അമേരിക്കൻ ഇവരെ ഒരു വലിയ പരിധിവരെ ഒരു ലിബറൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ വേദശാസ്ത്രജ്ഞന്മാരായിരുന്നുകൊണ്ട് ആ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ ധാർമ്മിക കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഒരു സ്വാധീനം ഉള്ള ഒരു വേദശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നമ്മുടെ മേൽപ്പട്ടക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ദർശനം, സ്വാധീനങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ ആശയങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രമ്യപ്പെട്ടു എന്നത് പലപ്പോഴും ഒരു കൃത്യമായിട്ട് പറയുവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഒരു വ്യക്തമായൊരു വേദശാസ്ത്ര ഒരു തിയോളജിക്കൽ സിസ്റ്റം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നത് പറയാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏതാണെങ്കിലും വളരെ നല്ല സ്വാധീനങ്ങൾ അതിൻ്റെ ചേരേണ്ട രീതിയിൽ ചേർന്ന് ആ മനുഷ്യനെ രൂപപ്പെടുത്തി അത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ, ശുശ്രൂഷ ജീവിതത്തെ എല്ലാം സ്വാധീനിച്ച് വളരെ പക്വത വന്ന ഒരു സഭാ ശുശ്രൂഷകനാക്കി തീർത്തു എന്ന് പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അത്രമാത്രം ഒരു ദാർഢ്യമുള്ളൊരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സ്വാധീനം, മതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിൽ മതജീവിതത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ മനുഷ്യൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി അദ്ദേഹം കണ്ടിരുന്നു. അതായത് ഈ ലോകത്തിലുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളും അത് അവഗണിച്ചുകൊണ്ടുള്ള ഒരു മതജീവിതം ശരിയല്ല എന്നും, ഈ ലോകത്തിൽ പലതരത്തിൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യൻ്റെ വിമോചനമാണ് യഥാർത്ഥത്തിൽ വേദശാസ്ത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നും അല്ലെങ്കിൽ താല്പര്യമെന്നും അദ്ദേഹം വിശ്വസിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അദ്ദേഹം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ട ഒരാളാണ്. ഈ ലോക ജീവിതത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പരലോക ആധ്യാത്മികതയുടെ ആളായിരുന്നില്ല അദ്ദേഹം. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അനീതി, അധർമ്മം, സാധ്യതകൾ ഇതെല്ലാം കണ്ട് ഈ ലോകത്തെ വ്യത്യാസപ്പെടുത്തുവാൻ, ട്രാൻസ്ഫോം ചെയ്യുവാൻ തൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം നിഷേധിച്ച ഒരു പരലോകത്തെ പറ്റിയുള്ള സ്വപ്നം കണ്ട് അതിനു വഴി അന്വേഷിച്ചൊരു മനുഷ്യനല്ല, നേരെ മറിച്ച് തൻ്റെ ചുറ്റുപാടുകളെ വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അതൊരു വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ട് അതിൻ്റെ ഒരു സംസ്കരണത്തിനായി ആഗ്രഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതിന് പ്രേരണ നൽകിയതാണെങ്കിൽ സുവിശേഷമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം അദ്ദേഹം പ്രതിഫലിപ്പിച്ചത്, പ്രകടമാക്കിയത് ഈ ലോകത്തോടിൻ്റെ പ്രശ്നങ്ങളുള്ള ഈ ലോകത്തെ പരിവർത്തനത്തിന് വിധേയമായി വേദനകൾ സഹിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് നിവർത്തനാക്കുവാനുള്ള അന്വേഷണത്തിൽ മാത്രമാണ്.
അപ്പോൾ സ്നേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി തീർന്നു. അതാണ് വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കവും പൊരുളും. എന്തിന് ദൈവം തന്നെ സ്നേഹമാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് നൽകിയത് യഥാർത്ഥത്തിൽ ക്രിസ്തു ബന്ധത്തിൽ ഈ ലോകവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദത്തിൽ അത് പ്രതിഫലിച്ചതെല്ലാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതായ കാര്യമാണ്. പക്ഷേ ഈ സമൂഹത്തോടുള്ള ഈ ബന്ധത്തിൽ മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു താത്വികമായി മാത്രമാണ് അദ്ദേഹം കാണുവാൻ ശ്രദ്ധിച്ച ഒരാളല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ചിന്തയും പ്രതിപ്രവർത്തനവും ഈ ചുറ്റുപാടുള്ള ആവശ്യങ്ങളോട് ഉള്ള ബന്ധത്തിൽ ആയിരുന്നു. ഈ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായ അദ്ദേഹം വളരെ റെസ്പോൺസീവാകും. അല്ലാണ്ട് ഒരു ഈ സൈദ്ധാന്തികമായൊരു സ്നേഹത്തെ പറ്റി പറയുകയല്ല. നേരെ മറിച്ച് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് വളരെ കോണ്ടെക്സ്റ്റുവലായിട്ട് വളരെ പരിസര ചുറ്റുപാടുകൾ മനസ്സിലാക്കി പ്രതികരിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകടമായി ഇത് എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതാണ്. ആ ഒരു വലിയ സഹാനുഭൂതി മനുഷ്യനോട് അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുതിയ മാരക രോഗം രൂപപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന സമൂഹ ഘടനയിൽ ആർക്കെങ്കിലും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരു സ്നേഹം. അല്ലാണ്ട് ഒരു സൈദ്ധാന്തിക തലത്തിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസ തലത്തിലുള്ള ഒരു വിശ്വസ്നേഹത്തെ പറ്റിയല്ല. വളരെ കോൺക്രീറ്റ് മൂർത്തമായ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകമായ ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം അങ്ങനെ ഒന്നത്തെ കണ്ട അദ്ദേഹം വളരെ റെസ്പോൺസീവ് ആവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം അത്തരത്തിലാണ് പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിൻ്റെ പിറകിൽ വിശ്വാസാനുഭവത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെയും ഒരു സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ലോക ചിന്തകൾ, ലോക യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ നിന്ന് സുവിശേഷത്തിൻ്റെ താല്പര്യത്തിൽ സ്വാധീനത്തിൽ വന്ന് ചിന്തകളുടെ സ്വാധീനത്തിലാണ് അദ്ദേഹം ചുറ്റുപാടുകൾ വിലയിരുത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ പ്രധാനപ്പെട്ട കാര്യം ധനികൻ, മുതലാളിത്തം, സോഷ്യലിസം, ദരിദ്രൻ, വിമോചനം, ഈ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പദങ്ങൾ അതുപോലെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലരോട് ചേർന്ന് നിൽക്കാനും ചിലരോട് വിഘടിച്ച് നിൽക്കുവാനും എല്ലാം അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചില്ല. കാരണം ഈ ലോകത്തിൻ്റെ സ്വത്തുകൾ മുഴുവൻ കൈയടക്കി ഒരു വലിയ വിഭാഗത്തെ ദരിദ്രരായി അവശേഷിപ്പിക്കുന്ന മുതലാളിത്ത സംവിധാനങ്ങളോടും ക്യാപിറ്റലിസ്റ്റുകളോടും അതിൻ്റെ ധനികരോടുമുള്ള ആദ്യത്തെ ഒരു സമയത്ത് വളരെ ശക്തമായൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ വീണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധനികര് മനുഷ്യത്വമുണ്ട് എന്ന് കരുതുകയും മനസ്സിലാക്കുകയും ആ മനുഷ്യത്വം ഉയർത്തി കാണിക്കുവാനും ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു സമീപനമാണ്. അപ്പം ആരെങ്കിലും തള്ളിക്കളയുവാനല്ല, നേരെ മറിച്ച് അവരിലും മനുഷ്യത്വം നൽകി ഈ ലോകത്തിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു വളർച്ച, വികസനം സൃഷ്ടിച്ച് സാമൂഹ്യമായ പരിവർത്തനം ഈ നാട്ടിലുണ്ടാകണം എന്ന് വളരെയധികം അദ്ദേഹം ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ദരിദ്രനെ പറ്റി, അവഗണിക്കുന്നവരെ പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുള്ള പ്രേരണ നൽകിയത് സുവിശേഷത്തോടുള്ള ആ വലിയ സ്നേഹവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പങ്കുവയ്പ്പിനെ പറ്റിയുള്ള ഒരു വലിയ ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂട്ടിവെക്കുന്നത്, നമുക്കറിയാം, നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടിവെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നത്, അതെല്ലാം അനുഗ്രഹമാണെന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിൽ കൂട്ടിവെക്കുന്നതല്ല അനുഗ്രഹം, അത് ദൈവത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. നേരെ മറിച്ച് ആ കൂട്ടിവെക്കുന്നത് പങ്കിടുന്നതിലാണ് ദൈവത്തിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞ് ആ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന മർമ്മം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു വലിയ ശക്തമായ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, എഴുത്തിലെല്ലാം വളരെ പ്രതിഫലം കാണുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ ഘടനയിൽ ശക്തമായ ആഘാതമേൽപ്പിച്ച് അവിടെ
ഈ ഘടന കൂടുതൽ മനുഷ്യത്വപരമാക്കി തീർക്കുവാനുള്ള ഒരു അന്വേഷണവും ശ്രമവും തൻ്റെ സുവിശേഷ സ്വാധീനത്തിൽ സംഭവിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വളരെ ശക്തമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നതും ഈ ഒരു സ്നേഹത്തിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ്. അപ്പോൾ മനുഷ്യസ്നേഹം എന്ന് പറയുകയല്ല, അതിൻ്റെ ശരിയായ രീതിയിലുള്ള ആപ്ലിക്കേഷൻ, പ്രയോഗം, അത് തൻ്റെ ചുറ്റുപാടുകൾ സൃഷ്ടിച്ചെടുക്കുവാനുള്ള അന്വേഷണങ്ങളായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച സംരംഭങ്ങളെല്ലാം തന്നെ രൂപം കൊണ്ടത് എന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി ഒരു നല്ല കൺസൾട്ടേഷൻ നടത്തി അതിൻ്റെ സാധ്യതകളെപ്പറ്റി, അതിൻ്റെ അങ്ങനെയുള്ള ചിന്തകളുണ്ടായിരുന്നു എന്ന് എനിക്ക് ചിന്തയില്ല. എവിടെയെങ്കിലും ഒരു കലാമറ്റി വരുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ള ചിന്തയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ സുവിശേഷ പ്രേരണ, സ്നേഹത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു സാധ്യതകൾ അങ്ങനെയുള്ളതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു പഠന പ്രക്രിയയൊക്കെ നടത്തി ആയിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് വളരെ ക്വിക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് അവിടെ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു പ്രസ്ഥാനങ്ങൾ എന്തുമാത്രം സുവിശേഷപരമായ പ്രവർത്തനങ്ങൾക്ക് തക്കവിധം വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചിലതെല്ലാം അത്രതത്വം വളരാതെ പോയത്, വളരെയധികം പണം മുടക്കി ഉണ്ടായതിൻ്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ സ്നേഹത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ കൽഹണ്ടയിലൊക്കെ ഉണ്ടാക്കിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ എന്തുമാത്രം പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതിനകത്ത് യാതൊരു തരത്തിലും ന്യൂനമായി കാണാൻ. പക്ഷേ അത് സംബന്ധിച്ചുള്ളൊരു പീരിയോഡിക്കൽ ഇവാലുവേഷൻ, അതിൻ്റെ ഞാനൊരിക്കൽ തിരുവനോട് ചോദിച്ചു, ഇതിനെ സംബന്ധിച്ചുള്ളൊരു പീരിയോഡിക്കലായിട്ടൊരു ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. എന്തുമാത്രം ഇത് നമ്മുടെ സുവിശേഷ പ്രചരണത്തിന്, സുവിശേഷത്തിൻ്റെ പ്രഘോഷത്തിന് സഹായമായി തീരും എന്നുള്ളൊരു ചിന്ത അതും ഞാൻ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക്കായി ഇത് വളർത്തിയെടുക്കുവാനുള്ള അന്വേഷണത്തെക്കാളും അവിടെ നടന്ന പ്രത്യേക ആവശ്യം മാത്രം മുൻപിൽ കണ്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. അത് നിൽക്കുമ്പോൾ നിൽക്കേണ്ട പോകത്തെ എന്നുള്ള ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് പ്രവർത്തിച്ച ഇതുപോലെയുള്ള കൃത്യമായ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള ബോധ്യവും അതിനു വേണ്ടിയുള്ള സമർപ്പണവുമായി അത് നമുക്ക് കുറച്ച് കാണുവാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞൊരു വളരെ ഇൻറ്റൻസീവായിട്ടുള്ള റെസ്പോൺസാണ്. അതുപോലെയുള്ള തന്നെയാണ് ഇപ്പോൾ എയ്ഡ്സ് രോഗം വന്ന ഒരു കാര്യം. ഇവിടെ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായ എയ്ഡ്സ് വരുന്നു. ഇപ്പം അതിൻ്റെ അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ളവരെയൊക്കെ പറ്റിയുള്ള ചിന്തയാണ്. അല്ലെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ വരും തലമുറയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇതിൽ അദ്ദേഹത്തിന് പ്രേരണ നൽകിയതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആ സുവിശേഷത്തോടുള്ള സ്നേഹവും അതിൻ്റെ അത് സൃഷ്ടിച്ച സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്. അത് കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ 10 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ പോകും, 20 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ ആയിരുന്നൊരു ചിന്തയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സാങ്കേതികത്വമൊന്നും അദ്ദേഹം ചിന്തിച്ചതായിട്ട് തോന്നാറില്ല. അപ്പോൾ ഒരു സാമൂഹിക പ്രശ്നങ്ങളിലെ വളരെ തീവ്രമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യം അധികമൊന്നും ആലോചന കൂടാതെ അത് പരിഹരിക്കുവാനുള്ള വ്യക്തിപരമായ സമർപ്പണവും അതിനു വേണ്ടിയുള്ള ശ്രമവും ആണ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമായി നമുക്ക് കണ്ടെത്തുന്നതായ ചില കാര്യമെന്ന് പറയും. പക്ഷേ ഈ ഇത്രമാത്രം ഒരു ആസൂത്രിതമായ ഒരു ശ്രമം ഒരു വലിയ പഠന പ്രക്രിയയുടെ ഭാഗമായി നിർവഹിക്കാത്തതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷേ അതിന് മുന്നോട്ടുള്ള ചരിത്രത്തിൽ എന്തുമാത്രം അത് സഹായകമായി തീർന്നു എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതായ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹം ഈ മിഷനെ പറ്റിയുള്ള വലിയ ഒരു ധാരണ, ഒരു എരിവ്, ഒരു എന്തൂസിയാസം, വളരെ ഒരു ആവേശമുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ നാം ജീവിക്കുന്ന ഒരു സമൂഹം
മിഷൻ സമൂഹം മിഷണറി സമൂഹമല്ല. വളരെ യാഥാസ്ഥിതികമായ ഇതുപോലുള്ള സംരംഭങ്ങളോട് എന്തെങ്കിലും പണം കൊടുത്തെങ്കിൽ കൊടുക്കാം എന്ന് വേണമെങ്കിൽ, അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മനസ്സും കൊണ്ട് ഉൾക്കൊണ്ട് അതിനെ ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിക്കുന്നൊരു സമൂഹമൊന്നുമല്ല നമ്മൾ. അതിനെയെല്ലാം തിരസ്കരിക്കുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് എന്താണ്, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായാലും അവിടെ പോകുവാനും പൈസ ഇത്തിരി അയച്ചു കൊടുത്തേക്കാം. നമ്മുടെ തിരുമേനി അത് കുഴപ്പമൊന്നുള്ള ആൾ, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾ, വളരെ സ്നേഹമുള്ള ആൾ, കൊടുത്തേക്കാന്ന് വെക്കുകയല്ലാതെ അതിൻ്റെ അപ്പുറമുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിനെ പറ്റി അതിന് തയ്യാറാവാത്തൊരു സമൂഹം, വളരെ യാഥാസ്ഥിതികമായൊരു ആരും ഇങ്ങോട്ട് വരാതിരുന്നാൽ അത്രയും ഉപകാരം എന്ന് ചിന്തിക്കുന്ന സമൂഹം. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വളരണമെങ്കിൽ പ്രാദേശികമായി ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു സമൂഹവും അതിൽ വിശ്വാസമർപ്പിച്ച് ഇത് ഓൺ ചെയ്യുന്ന ഒരു സമൂഹവും അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ഒരുപക്ഷെ നിലനിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളതിനെ എനിക്ക് വളരെ സംശയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമല്ല. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ അദ്ദേഹത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം കൊണ്ട് അതിനുള്ള സ്നേഹപ്രകടനമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ ഭാവിയെപ്പറ്റി അതിന് മാത്രം ചിന്തിക്കാൻ സാധിക്കില്ല. ഭാവിയെ ചിന്തിച്ചിട്ടും കാര്യമില്ല, കാരണം നമ്മുടെ അങ്ങനെ ഒരു സമൂഹമല്ല. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു സഭയുടെ മിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകുന്നതല്ല. നേരെ മറിച്ച് അത് ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ കാര്യമായ ഒരു ചലനം സൃഷ്ടിച്ച് അവിടെ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനമായി തീരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്കറിയാം ഈ പ്രസ്ഥാനം തന്നെ എന്തുമാത്രം അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ച് സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് വേണ്ട വിധം പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് ചിന്തയില്ല. കാരണം അതിന് അടിസ്ഥാനപരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല, നമ്മുടെ ഒരു പ്രശ്നമാണ്. നമ്മളൊരു മിഷൻ സഭയായി ഈ ലോകത്ത് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു സമൂഹമായി, യേശുവിൻ്റെ സ്നേഹം പങ്കിടുന്ന ഒരു സമൂഹമായി, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രസ്ഥാനമായി തീരാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ ഒരു മിഷൻ സഭയായി മിഷൻ പ്രവർത്തനം ശക്തമാക്കി തീർക്കാൻ സാധിക്കും? ഇവിടെ വന്ന് കുറച്ച് പേരെ പഠിപ്പിക്കും, അവരെങ്ങോട്ട് പോകും? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ ചേരുവാനും ഇവിടുത്തെ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അധ്വാനിക്കാനുള്ള പ്രേരണ നൽകുന്ന ഒരു സാഹചര്യം സഭയിലുണ്ടോ? സംശയം. അപ്പം അവിടെയാണ് ഇതിനകത്തൊരു വലിയ പ്രശ്നം ഉള്ളത്. കാരണം ഇതുപോലുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമായി ചുറ്റുപാടുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ ഇടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യാതെ നമ്മൾ അവിടെയെല്ലാം പോയി സൗജന്യമായി ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് അവിടെ ഒരു മിഷനായിട്ട് പറയാനുണ്ട്. മിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ചുറ്റുപാടുകളുമായി പ്രതികരണത്തിലൂടെ അവിടെ രൂപം കൊള്ളുന്ന ആ ക്രിസ്തു സ്നേഹത്തോട് രൂപം കൊള്ളുന്ന ശക്തമായ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഈ പ്രസ്ഥാനം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കാത്തത് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിനുവേണ്ടി പരുവപ്പെട്ടിട്ടില്ല. അത്രമാത്രം ഒരു സുവിശേഷ സ്വാധീനം നമുക്ക് വന്നിട്ടില്ല. നമുക്കെല്ലാം ഒരു ചട്ടപ്പടി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ കൂതാശകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുക. അതിനപ്പുറം ഈ സഭയ്ക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊരു തിരിച്ചറിവില്ലാത്തൊരു സഭയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനോ ചേർന്ന് പ്രവർത്തിക്കുവാനോ സാധിക്കാത്ത അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. തിരുമേനി ഇവിടെ പള്ളിക്കൂട ആശുപത്രികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഇവിടുത്തെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായി അദ്ദേഹം കണ്ടില്ല. ഏതെങ്കിലും തൊഴിൽശാലകൾ സൃഷ്ടിച്ചുമില്ല, അതുമില്ല. ഏതെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെയും മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആ മനുഷ്യരെ മുമ്പിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നത്. ബാക്കിയുള്ളത് ഇവിടുത്തെ മറ്റുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിക്കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ വളർച്ച, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇവിടെയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഇതിൻ്റെ ഭാവി ഭദ്രമാകണമെങ്കിൽ തിരുമേനി ആഗ്രഹിച്ചതിൽ പറയണമെങ്കിൽ നമ്മുടെ സഭ ഒരു മിഷണറി സഭയായിട്ട്, മിഷന് താല്പര്യമുള്ള സഭയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള സമൂഹങ്ങൾ അത് ഉണ്ടായില്ലെങ്കിൽ, അത് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അത് പ്രവർത്തിക്കുന്നിടത്ത്
നേരം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയൊക്കെ പോലെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുമെന്നുള്ളത് അങ്ങനെ ഒരു പ്രസ്ഥാനമല്ലല്ലോ മിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് അത്തരത്തിലേക്ക് ഒരു ഒരുക്കം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുക്കുവാൻ നമ്മുടെ സഭാ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അപ്പം അതുപോലുള്ള ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് ചേർന്ന് സഭയുടെ പ്രവർത്തനത്തിൽ സഹായിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ പ്രതിരോധിക്കുന്ന ഒരു സമൂഹമാണ്. എവിടെയെങ്കിലും നമുക്ക് ഇത്രയൊക്കെ പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഒരു ശക്തമായ ഒരു പ്രാദേശികമായ ഒരു പിന്തുണ ആർജിക്കുവാൻ അവിടെയല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നത് നമ്മുടെ ഒരു ബാധ്യതയായിത്തീരുന്നു എന്നാണ്. പിന്നെ നമ്മൾ ആളെ കണ്ടുപിടിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു അന്വേഷണം. അപ്പം ഇതിനെപ്പറ്റി ഒരു പുനർവിചിന്തനത്തിൻ്റെയും കൂടെ ഒരു ആഗ്രഹമുണ്ട്, ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് കൊടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നതും അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചു എന്നതും ശരിയാണ്. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം സഭ അതിനുവേണ്ടി ഒരുക്കമുള്ളതായി തീരുന്നില്ല എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ചരിത്രത്തിലും പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാനതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ പത്രോസ് ഉസ്താദ് തിരുമേനിയെ പോലെയുള്ള ആൾക്കാർ ഈ നാട്ടിൽ കിടന്ന ഒത്തിരി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സഭയോട് ചേർത്ത് അവരുടെ ഇന്നത്തെ സ്ഥിതി എന്ന ഒത്തിരി പേര് തിരിച്ചു പോകുന്നു. അവരെ ഉൾക്കൊള്ളുവാൻ ഈ സഭയ്ക്ക് സാധിക്കുന്നില്ല. അവിടുന്ന് വൈദികരുണ്ടാകാറുണ്ടോ? സഭയുടെ നേതൃത്വത്തിൽ ആരെങ്കിലും വരാറുണ്ടോ? അവർ കഴിഞ്ഞിരുന്ന സഭകളിൽ ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ സഭയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പള്ളിക്കൂടമുണ്ട്, കോളേജുണ്ട്, എല്ലാം ഉണ്ടല്ലോ. എവിടെയെങ്കിലും അവർക്ക് ജോലി കൊടുക്കാനോ വൈദിക സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുവാനോ ഒന്നും നമ്മുടെ വളരെ ഇത്തരത്തിൽ കോൺസർവേറ്റീവായിട്ടുള്ളൊരു സഭാ സമൂഹത്തിന് അതിൻ്റെ നിലനിൽപ്പിൽ അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അധ്വാനിച്ചിട്ട് വരത്തില്ല. അപ്പോൾ അതിനുവേണ്ടി സ്വയം ഒരുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മാത്രമാണിത്. ഈ മിഷൻ സംരംഭങ്ങൾ വളരുകയും അല്ലെങ്കിൽ അതിനെ തള്ളിപ്പിടിക്കുവാൻ വേണ്ടി പണം ആളന്വേഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് പലയിടത്തും വന്നതായിട്ട് തിരുമേനിക്കൊക്കെ അറിയാവുന്ന, കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സഭയുടെ ലിബറേറ്റീവായിട്ടുള്ള വിമോചന നൽകുന്ന ആ ഒരു സ്വാധീനം വരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ ആദ്യത്തെ ക്രൈസ്തവ മിഷണറിമാർ CMSകാരൊക്കെ ഇവിടെ വന്ന് വെച്ച് ജനങ്ങളെ, അന്നത്തെ അധമരായിരുന്ന ജനങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ സ്വാധീനം കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവം, അതിവിടെ സൃഷ്ടിച്ച സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സൃഷ്ടിച്ച വലിയ ശക്തമായ സ്വാധീനം. ഇതുപോലൊരു സ്വാധീനം സൃഷ്ടിക്കുവാൻ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഒരു ലിബറേറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് അത് നമ്മുടെ ശുശ്രൂഷകൾക്ക് ഇല്ലാതെ പോകും. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ആശുപത്രി പോലെ ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ നമ്മൾ സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ധർമ്മസ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് വന്നാൽ അത് മിഷൻ പ്രസ്ഥാനമാവില്ല. അത് മനുഷ്യർ വാങ്ങിച്ചുകൊണ്ട് പോകും, നല്ല കാര്യം പറഞ്ഞുകൊണ്ട് പോകും. അത്തരത്തിലല്ല നമ്മുടെ സാന്നിധ്യം. കർത്താവ് പറയുന്നില്ലേ, ഈസ്റ്റ് പോലെ പുളിപ്പ് പോലെ സമൂഹത്തെ പരിവർത്തന ശേഷി ഉള്ളതാക്കി. അപ്പം മിഷൻ എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ, സഭയ്ക്ക് ഈ പരിവർത്തന ശേഷി നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഒരു മിഷൻ പ്രവർത്തനം ഉണ്ടാകാൻ സാധിക്കുന്നു? തിരുവനന്തപുരമൊക്കെ അധ്വാനിക്കാമെന്നല്ലാതെ വലിയ വിശേഷം ഉണ്ടാവില്ല. കാരണം ഇതിന് രൂപം കൊടുക്കുകയും ഭാവം കൊടുക്കുകയും ചെയ്യുന്ന സഭയ്ക്ക് ഈ മിഷന്റെ ഒരു സ്വാഭാവിക സവിശേഷത ഇല്ലാതെ പോകുന്ന, അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യത്തിൽ, അതിനോട് മമതയില്ലാത്തൊരു സാഹചര്യത്തിൽ, ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്രശ്നമായി തീരും. അപ്പോൾ ഓരോ ഇടത്തും ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിട്ട് ലോക്കലായിട്ട് തന്നെ ജനങ്ങൾ അത് ഏറ്റെടുക്കുവാൻ അവരെ പരിവർത്തനപ്പെടുത്തുകയും ആ പരിവർത്തനപ്പെടുത്തൽ സഭ അതിന് സഹായകമായി ചെയ്താൽ മാത്രമാണ് തിരുമേനിയുടെ ഒരു വലിയ ആഗ്രഹം വരും കാലങ്ങളിൽ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതായൊരു കാര്യം, തിരുമേനി ആഗ്രഹിച്ച ഒരു സാമൂഹ്യ പരിവർത്തനം, ഒരു ആധ്യാത്മിക വിപ്ലവം, ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു വലിയ സാന്നിധ്യം ആയി സൃഷ്ടിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ആ സ്വപ്നം നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കും. അത് പറയാനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആരംഭിച്ച ആ വലിയ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങളെല്ലാം അത് എന്തുമാത്രം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയം.
എന്നാൽ സഭ ഒരു മിഷനറി സമൂഹമായി തീരുകയും ഇതെല്ലാം ഈ ഒരു പുതിയ ഒരു ലോകം സൃഷ്ടിക്കുവാനുള്ള അന്വേഷണത്തിൽ അതിൽ പങ്കുകാരാവുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്വയം പരുവപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാർ, അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും അന്വേഷിച്ച ഒരു ഭദ്രാസനം, ഈ ചുറ്റുപാടുകളെല്ലാം എങ്കിലും അതിനെപ്പറ്റി ഒന്ന് ഉണർന്ന് ചിന്തിക്കുവാനും അതിൽ പങ്കാളികളാകുവാനും അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾ, ആ ദർശനങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യാനുള്ള അന്വേഷണത്തിൽ പങ്കെടുക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ ഒരു പ്രതികരണമെന്ന്. ചുറ്റുപാടുകളോട് വളരെ കൃത്യമായി പ്രതികരിച്ച റെസ്പോൺസീവായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലല്ലാതെ ആ മനുഷ്യനെ നമ്മളിങ്ങനെ കൂടുതൽ ഓർത്തിട്ട് കാര്യമില്ല. അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ, അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള അന്വേഷണത്തിൽ പങ്കുകാരാകുവാൻ, അതിനുവേണ്ടി സ്വയം ഒരുങ്ങുവാനാണ് സത്യത്തിൽ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു സങ്കടമായിരിക്കുന്നതിന് തീർച്ചയായിട്ടും ആ ഒരു ഒരുക്കത്തിന് ഉള്ള ആഹ്വാനമാണ് അദ്ദേഹം ഇന്നും നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ, അത്തരത്തിലുള്ളൊരു സമൂഹം രൂപപ്പെടട്ടെ, അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ സഭ പരിവർത്തനത്തിന് വിധേയമാകട്ടെ, അങ്ങനെ ഒരു സുവിശേഷം ഭാരതത്തിലെങ്ങും എത്തിക്കുന്ന ഒരു അന്വേഷണത്തിൽ പങ്കുകാരാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നത് മാത്രം ഈ ദിവസം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കും.